ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ അതിപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോഴാണ് രാജീവിനെ അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. ഇപ്പോഴാണ് മുൻ മന്ത്രി ബിന്ദുവിനെ അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. ഇപ്പോഴാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ MLA എന്തുകൊണ്ടന്ന് ഇത് കോംപ്രമൈസ് ആകാനും ഇത് തീർക്കാനും അവസരം ഉണ്ടായപ്പോൾ തീർത്തു കൊടുത്തില്ല? അപ്പോൾ എന്തുകൊണ്ട് ഈ പുഷ്പദാസ് ഇതുവരെ ഈ സമരത്തിലേക്ക് വന്നിട്ടില്ല? തൊട്ടടുത്താണ് വീട്. കാരണം അവിടുത്തെ പട്ടികജാതിക്കാർ മുഴുവൻ ഈ വിഷയത്തിൻ്റെ പേരിൽ എതിരാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിഷയത്തിൽ ഇടപെടുകയും വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്. സർക്കാർ ഭൂമിയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് സ്വകാര്യ ഭൂമിയാണ്. ഈ പറയുന്ന തർക്കത്തിലുള്ള വസ്തു 1984 പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ OS 539/1984 എന്ന നമ്പറിൽ കൊടുത്ത കേസാണ് മുനിസിപ്പൽ കോടതിയിൽ നിന്നും വിവിധ കോടതികൾ കടന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി അവസാനം സുപ്രീം കോടതി വിധി പറഞ്ഞ് ഈ കേസ് ഇപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്നത്. എക്സിക്യൂഷൻ പെറ്റീഷൻ 240/2022 വീണ്ടും വിധി നടപ്പിലാക്കുവാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തു. അതിനുശേഷം 15 തവണയാണ് എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ഉന്നതിയിൽ പോലീസിനോടൊപ്പം എത്തിയിട്ടുള്ളത്. അതായത് എക്സിക്യൂഷൻ നടപ്പാക്കാൻ വേണ്ടി ഒരു ജയപാലൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെയും കോടതിയുടെ ആമീനുമാണ് ഈ 15 പ്രാവശ്യവും ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ 15 തവണ വന്നപ്പോൾ 14 തവണ വരുമ്പോഴും പല ഘട്ടങ്ങളിലും പോലീസിൻ്റെ അതിക്രമം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 10ാം തവണ വന്നപ്പോഴാണ് അതിലൊരാളെ അവിടെ സമരത്തിലുണ്ടായിരുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും 80ഓളം ദിവസം റിമാൻഡ് ചെയ്ത് തടവിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ 15ാമത് തവണ വന്നപ്പോൾ മാത്രമാണ് പോലീസ് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ചില സർക്കാർ വിരുദ്ധ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയേണ്ടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ LDF സർക്കാർ കോടതി വിധി വന്നിട്ട് 4 വർഷമായിട്ടും 14 തവണ കുടിയൊഴിപ്പിക്കലുമായി അവിടെ പോലീസും ആമീനും അഡ്വക്കേറ്റ് കമ്മീഷനുമായി ചെന്നിട്ടും ഇതിലൊരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതിൽ ഇടപെട്ടില്ല. ഈ ജില്ലയിൽ ഒരു മന്ത്രി ഉണ്ടായിട്ടും ശ്രീ P. രാജീവ് അവിടേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സ്ഥല MLA അഭിഭാഷകനായിട്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തുന്ന ആളാണെന്ന് അവകാശപ്പെട്ടിട്ടും ഈ പാവങ്ങൾക്ക് വേണ്ടി ഒരു നിയമസഹായം പോലും ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരെ വിളിച്ച് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ച് ചുമതലപ്പെടുത്തിയ മന്ത്രിയും ഞാനും കലക്ടറുടെയും റൂറൽ SP-യുടെയും സാന്നിധ്യത്തിൽ ഈ പാവപ്പെട്ടവരുമായി ചർച്ച നടത്തിയപ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ 4 വർഷക്കാലമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ കേസിൽ തോറ്റുപോകില്ലായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവർക്കുള്ളത്. അതായത് ഈ കേസ് നടക്കുമ്പോൾ ഒരു സ്വകാര്യ അന്യായം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ ഇതൊന്നും അറിയണമെന്നില്ല. പക്ഷേ കേസ് നടപടികൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഗവൺമെൻറ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് UDF സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പോലെ അന്ന് അഡ്വക്കേറ്റ് ജനറൽ ഇവിടെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലെ ഈ കേസിൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഇവരുടെ കേസ് കേൾക്കുവാൻ, ഇവരുടെ വാദം കേൾക്കുവാൻ അന്നത്തെ AG എന്തുകൊണ്ട് തയ്യാറായില്ല? ഗവൺമെൻറ് നിർദ്ദേശിച്ചാലേ അഡ്വക്കേറ്റ് ജനറലിന് കേസിൽ പങ്കാളിയാകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞങ്ങളിത് ശ്രമിക്കുന്നത് ഈ 2 ആഴ്ചത്തെ സമയം കിട്ടിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഇവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 2 ആഴ്ചക്കുള്ളിൽ മാക്സിമം ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം
ഇത് പുറത്തു വെച്ച് സമവായം ഉണ്ടാക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിന് കഴിയുമായിരുന്നു. പക്ഷേ അവരതിന് ശ്രമിച്ചില്ല. ഇപ്പോൾ സമരം ചെയ്ത് ഈ പാവങ്ങളെ തെരുവിലിറക്കി ഇവർക്ക് കിട്ടാതിരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ അതിപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോഴാണ് രാജീവിനെ അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. ഇപ്പോഴാണ് മുൻ മന്ത്രി ബിന്ദുവിനെ അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. ഇപ്പോഴാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അവിടെ സന്ദർശിക്കാൻ സമയം കിട്ടിയത്. അധികാരമുള്ള സമയത്ത് ഇവരെ സഹായിക്കേണ്ട സമയത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഇപ്പോഴവിടേക്ക് വന്ന് ഈ പ്രഹസനം കാണിക്കുന്നത് ഇവരോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല. ഇവരോടൊരു ആത്മാർത്ഥതയുമില്ല. പിന്നെ സ്ഥലം MLA അവിടെ കിടന്ന് കാണിക്കുന്ന ആ ഗോഷ്ഠികൾ സാധാരണ അവിടുത്തെ ആളുകൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തെ അവിടുന്ന് കൂവിവിടാനുള്ള സാഹചര്യം എന്താണെന്നുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാം. യഥാർത്ഥത്തിൽ ഈ വിഷയം അവിടുത്തെ ഉന്നതിയിലെ ഈ അവകാശികളായിട്ടുള്ള ആളുകളും ഈ സ്ഥലമുടമസ്ഥരും തമ്മിൽ സംസാരിച്ചൊരു ധാരണയിലെത്തിയതാണ്. ഈ MLA ആണ് അത് നടത്താതെ പോയതെന്ന് നടത്തിക്കാതിരുന്നത് എന്ന് ഈ സ്ഥലമുടമസ്ഥർ കലക്ടറുടെയും SP-യുടെയും സാന്നിധ്യത്തിൽ മന്ത്രിയോടും എന്നോടും കലക്ടറേറ്റിൽ വെച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇത് നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദി MLA തന്നെയാണ്. ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ MLA എന്തുകൊണ്ടന്ന് ഇത് കോംപ്രമൈസ് ആകാനും ഇത് തീർക്കാനും അവസരം ഉണ്ടായപ്പോൾ തീർത്തു കൊടുത്തില്ല? അപ്പോൾ ഇത് തീർത്തു കൊടുക്കുക എന്നുള്ളതല്ല അവിടുത്തെ MLA-യുടെ ഉദ്ദേശം. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ ഉന്നതിക്ക് തൊട്ടടുത്ത് മറ്റൊരു ഉന്നതി ഉണ്ടായിരുന്നു, കാവുങ്കപ്പറമ്പിൽ. അവിടെ ദീപു എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ CPM-കാർ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതികൾക്ക് വേണ്ടി നിന്നയാളാണ് ഈ പറയുന്ന ഈ മുൻ MLA. അതേപോലെ തന്നെ നിങ്ങൾ തന്നെ അന്വേഷിക്കണം. വാഴക്കുളം പഞ്ചായത്തിൽ തന്നെ വാഴക്കുളം വില്ലേജിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥലവും വീടും ഇപ്പോഴത്തെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പദാസിൻ്റെ ഭർത്താവ് ദാസ് എന്ന് പറയുന്ന ഭൂമാഫിയയുടെ തലവൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വഴിയുണ്ട് എന്ന ആധാരത്തിൽ കാണിച്ച് അവിടെ ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി വീടുകൾ വാങ്ങിക്കൊടുത്തു. ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അതിനുശേഷമാണ് അറിയുന്നത് വഴിയില്ലാത്ത സ്ഥലം വഴിയുണ്ട് എന്ന് ആധാരത്തിൽ കൃത്രിമമായി കാണിച്ച് ഇന്നിപ്പോൾ ആ പണിത വീടുകളിലേക്ക് കയറാൻ മേലാതെ കിട്ടിയ ആളുകൾ, പട്ടികജാതിക്കാരായ ആളുകൾ, ഈ സ്ഥലം കിട്ടിയ ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ മേലാതെ എവിടെയൊക്കെയോ വാടക വീടുകളിൽ താമസിക്കുകയാണ്. അവരുടെ വിഷയം എന്തുകൊണ്ട് ഈ മുൻ MLA പറയുന്നില്ല? അവരും പാവപ്പെട്ട പട്ടികജാതിക്കാരല്ലേ? അവർക്ക് വേണ്ടി ആധാരമുണ്ടാക്കുകയും ആധാരത്തിൽ സാക്ഷിയാകുകയും ചെയ്തിട്ടുള്ളത് ഈ പുഷ്പദാസിൻ്റെ ഭർത്താവ് ദാസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പുഷ്പദാസ് ഇതുവരെ ഈ സമരത്തിലേക്ക് വന്നിട്ടില്ല? തൊട്ടടുത്താണ് വീട്. കാരണം അവിടുത്തെ പട്ടികജാതിക്കാർ മുഴുവൻ ഈ വിഷയത്തിൻ്റെ പേരിൽ എതിരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം അതേ പഞ്ചായത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ അവരുടെ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാതെ ഇതിൽ നിന്നും ഒന്ന് കൂട്ടിയിടിപ്പിച്ച് സ്വപ്പം ഒരു ചോര ചീന്തിയാൽ അതിൻ്റെ ഗുണം എനിക്കും പാർട്ടിക്കും കിട്ടുമെന്നുള്ള ഒറ്റ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ പണ്ടേ ഇത് സെറ്റിൽ ചെയ്തു പോയനെ. അപ്പോൾ ഈ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് 2 കൂട്ടരെ ഇരുത്തി രമ്യമായി പരിശോധിച്ച് പരിഹരിക്കാനുള്ള ശ്രമം ഇന്നു മുതൽ ആരംഭിക്കുവാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ. ആ മണിക്കൂറുകൾക്കുള്ളിൽ UDF സർക്കാർ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്.